രാവിലെ തന്നെ ബോധി അവന്റെ ടോയ് എടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഫുൾ ടൈം ഈ ടോയ് വെച്ച് കളിക്കലാണ് കേട്ടോ ചെക്കന്റെ പരിപാടി. ഇന്ന് മീൽ പ്രെപ്പ് ഡേ ആണ്. അതുകൊണ്ട് ഞാൻ സ്റ്റവിന്റെ 3 ബേണറിലും കൂടിയായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു സൈഡിൽ ഇതേ പുട്ടാവുന്നുണ്ട്, ഒരു സൈഡിൽ ഇതേ നമ്മുടെ കുക്കറിൽ കറി ആവുന്നുണ്ട്. ഈ കുക്കറിന്റെ മുകളിലുള്ള ഈ ഒരു കറി ഇങ്ങനെ ആവുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇത് വാഷ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ പാത്രം കഴുകുന്നത് ഞാനല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ല. ഇനി നമുക്ക് ബെഡ്ഷീറ്റ്സ് ഒക്കെ ഒന്ന് എടുത്ത് വാഷ് ചെയ്യാനിടണം. കോട്ടന്റെ ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. 2 ഡേയ്സ് കൂടുമ്പോഴെല്ലാം ഞാൻ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യും. കാരണം ബോയും ആരോയും ഉള്ളതുകൊണ്ട് ഒരു 2 ഡേയ്സ് മാക്സിമം അതിനുള്ളിൽ ഞാൻ ബെഡ്ഷീറ്റ് വാഷ് ചെയ്യും കേട്ടോ. പെറ്റ്സ് ഉള്ള എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് വാഷ് ചെയ്തിട്ട് വേണം ഒന്ന് യൂസ് ചെയ്യാൻ. നല്ല ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. വാഷ് ചെയ്യുന്ന സമയത്ത് കളർ ഫേഡ് ആവുമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല കോട്ടന്റെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ബെഡ്ഷീറ്റ്സ് ആണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഒരു കത്തിയാണ്. ഇതെനിക്ക് നാട്ടിൽ നിന്ന് മമ്മി മേടിച്ചെന്ന കത്തിയായിരുന്നു. അപ്പൊ ഇതിന്റെ മൂർച്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചേട്ടന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്തായാലും മൂർച്ച കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അജയ് TV എടുത്തിട്ട് താഴെ സ്റ്റുഡിയോ റൂമിൽ കൊണ്ടുവച്ചതുകൊണ്ട് ഇപ്പം ഈ ഒരു ഏരിയ ആണ് കേട്ടോ എന്റെ ഒരു വർക്ക് സ്പേസ്. അപ്പൊ ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പീരീഡ്സിന്റെ ഡേറ്റ് അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ മുഖത്ത് ഈ 2 വലിയ പിമ്പിൾസ് വന്നത്. പീരീഡ്സിന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ബോഡിയിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.